الحمد لله ذي الفضل والجود والمن والعطف واللطف والكرم الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. أديت الأمانة وبلغت الرسالة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. وعلى الآل والأصحاب أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കഷ്ടമനാഥനായി ജാതനായെങ്കിലും സൃഷ്ടർക്കു നാഥനായി വർത്തിച്ച സാത്വിക പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പാനികുഞ്ചക മാക്കിയ ചിന്തക വായ്പിനെന്നത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോദിയ വിജ്ഞാനദായക അന്നം കൊടുപ്പിൻ പശിക്കെതിരെ യാദ്യത്തെ അംഗം കുറിച്ചൊരു അവശ സംരക്ഷക ഹാ ക്ഷമിപ്പിൻ ക്ഷമാശീലരാണെത്രയും ശക്തനെന്നോദിയ വേദപാരംഗത അങ്ങയെ ചൂഴുമൊരായിരമോർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ മാത്രയിൽ ബന്ധുരാ ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ
കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. ഏറെ ആദരണീയരായ നമ്മുടെ പ്രസിഡന്റ് വി.ഒ. അബൂ സാലി സാഹിബ്, പ്രിയങ്കരനും നമുക്കേവർക്കും ബഹുമാന്യരുമായ ത്വാഹ ഉസ്താദ്, എന്നെ ഹബീബ് സാഹിബ്, പി അമാനത്ത്, എം.ബി. അമീൻ ഷാ, ഇവിടെ സംസാരിച്ച ഡോക്ടർ സദഖത്തുള്ള, മറ്റു നമ്മുടെ മഹല്ല് ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയമായ വ്യക്തി മുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, യുവജന വിദ്യാർത്ഥിനികൾ, വളരെ ഗംഭീരമായ ഒരു പൊതു സമ്മേളനം, ഉദ്ഘാടന ചടങ്ങ്, 5-ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഓതി പഠിച്ചു തീർത്ത വിദ്യാർത്ഥിനികൾക്കുള്ള അവാർഡ് ദാനം അടക്കം നടന്നു കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ദീർഘമായ ഒരു സമയം ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മുടെ വലിയ വിഷയത്തിൻ്റെ അഗാധതകളിലേക്ക് ഇറങ്ങിപ്പോകാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല. തുടക്കത്തിൽ ഓതിയ ആയത്തിനെ അതിൻ്റെ ബാഹ്യമായ തലത്തിൽ ഒന്ന് പരിചയപ്പെട്ട് ആ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പരാമർശിക്കുന്ന നമ്മുടെ വിഷയത്തിൻ്റെ കാതൽ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അള്ളാഹു പരിപൂർണമായ ആഫിയത്തും തൗഫീഖും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ എന്ന് നമ്മൾ കേട്ട ഈ ആയത്ത്. ഈ ആയത്തിന് 3 പ്രത്യേകതകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതിലൊന്നാമത്തേത് വഹിയ അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും സാരസമ്പൂർണമായ സൂക്തം. പരിശുദ്ധ ഖുർആനിൽ ആയിരക്കണക്കായ കൽപ്പനകൾ, ആയിരക്കണക്കായ നിരോധനങ്ങൾ, ഒരുപാട് ഉപമകൾ, ഒരുപാട് കഥകൾ എല്ലാം ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. ആ കൽപ്പനകളെയും നിരോധനങ്ങളെയും എല്ലാം നമ്മളൊന്ന് ആറ്റിക്കുറുക്കി കൊണ്ടുവന്നാൽ ഖുർആനിലെ സർവ്വ കൽപ്പനകളെയും ഒരൊറ്റ സൂക്തത്തിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചാൽ അത് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ഈ സൂക്തമാണ്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ആയുഷ്കാലത്ത് ചെയ്തു തീർക്കേണ്ട നന്മകൾ, മനുഷ്യന്റെ ദുർബലമായ നിമിഷങ്ങളിൽ അവൻ ചെന്ന് വീഴാൻ സാധ്യതയുള്ള തിന്മകൾ, ഇതിലേക്കെല്ലാം മൊത്തത്തിൽ സൂചന കൊടുക്കുന്ന ഒരായത്താണ് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ഈ സൂക്തം. അതുകൊണ്ടാണ് അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആൻ,
ഖുർആനിലെ ഏറ്റവും സാരസമ്പൂർണമായ സൂക്തം എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാനുള്ള കാരണം, പരിശുദ്ധ ഖുർആനിന്റെ മാസ്മരികതയിൽ ലയിച്ച് വിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന, ഇസ്ലാമിനെ വാരിപ്പുണർന്ന അനേകം ആളുകളെ നമുക്കറിയാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉമാർ ഭവാനൂരിയ വാളോടേവനെ സമാക്രമിപ്പാൻ നടകൊള്ളു സത്വരം, ക്ഷമായുധം കൊണ്ടരിശത്ത വെൽകയാം സുമാനുഷർക്കുറ്റ ജയം ജഗത്തിതിൽ. വള്ളത്തോൾ നാരായണ മേനോൻ ജാതകം തിരുത്തി എന്ന് പറഞ്ഞൊരു കവിത തന്നെ അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അതല്ല തെറ്റെന്തു നബിക്കു ജാതരാം, മൃതർക്ക് മൃതസഞ്ജീവനീഹ്യ കൊണ്ടുവന്നതോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോകുന്നത് എന്ന് ചോദിച്ച് ഖുർആനിൻ്റെ വിശേഷങ്ങളിലേക്ക് കവി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് ആനയിച്ച ഒരു സൂക്തമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സൂക്തം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു മൽഊൻ എന്ന് പറയുമ്പോൾ ചരിത്രത്തിലെ ഒരു വലിയ അത്ഭുതമാണ്. മദീനയിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം, വെള്ളക്കൊട്ടാരം പോലെ ഉയർന്നു നിൽക്കുന്ന മദീന മസ്ജിദിന്റെ കിഴക്കുഭാഗത്ത് ജന്നത്തുൽ ബഖീഅ എന്ന് പറയുന്ന വിശാലമായ ഖബറിസ്ഥാൻ, 10,000കണക്കായ സ്വഹാബത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന ആ ജന്നത്തുൽ ബഖീഇലേക്ക് ആദ്യമായിട്ടൊരു ജനാസ വന്നു. അന്ന് ലോകം മുഴുവനും, ഇസ്ലാമിക ലോകം മുഴുവനും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. കാരണം മദീന അവർക്ക് ആശ്വാസമായിരുന്നു. മദീന അവർക്ക് ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ ശാദ്വല തീരമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ സമസ്യകളിൽ നിന്നും പരിഹാരം തേടിക്കൊണ്ടുവന്ന ഒരു ജനത. ആ ജനതയാണ് ആദ്യത്തെ ഒരു ദുഃഖവാർത്ത മദീനയിൽ വന്ന് കേൾക്കുന്നത്. അത് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്താണ്. ജന്നത്തുൽ ബഖീഇൽ ആദ്യമായിട്ടൊരു ഖബർ കുഴിക്കപ്പെട്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖബറിൽ ഇറങ്ങിയത്. ആ ശറഫാക്കപ്പെട്ട 2 കരങ്ങൾ കൊണ്ടാണ് ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഏറ്റുവാങ്ങുന്നത്. ഖബറിന്റെ ആഴങ്ങളിലേക്ക് ആ ശരീരം കൊണ്ടുപോയി വെക്കുന്നത്. സങ്കടം കൊണ്ട്, കാരുണ്യം കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിൾ തടങ്ങളിലൂടെ കണ്ണുനീര് ചാലാഴി ഒഴുകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണീര് ചാലിച്ച് നനച്ച മണ്ണിലാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അന്ത്യവിശ്രമം. അങ്ങനെയുള്ള ഉസ്മാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരിക്കുമ്പോ എല്ലാ സമയത്ത് കാണുമ്പോഴും പറയും, നിങ്ങൾക്ക് മുസ്ലിമായി കൂടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നുകൂടെ. അദ്ദേഹം പറയും, വരാം. ഓരോ കാര്യവും നമുക്ക് ബോധ്യപ്പെടണമല്ലോ. വെറുതെ ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വരാൻ കഴിയില്ല. എനിക്ക് ബോധ്യപ്പെടട്ടെ. സത്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല എന്ന് പിൽക്കാലത്ത് മഹാനവറുകൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, എനിക്ക് 2 ഗോഡ് ഫാദർമാരുണ്ട്. ഒന്ന് അബൂജഹലും മറ്റൊന്ന് വലീദ് ഇബ്നു മുഗീറയുമാണ്. 2 പേരും ഖുറൈശികളിലെ ഏറ്റവും വലിയ നേതാക്കളാണ്. അവരോട് ചോദിക്കാതെ ഞാൻ അനങ്ങാറില്ല. അവരോട് ചോദിക്കാതെ ഒന്നിനും ഞാൻ മുതിരാറില്ല.
ഓരോ തവണ ഖുർആനിലെ പുതിയ സൂറത്തുകൾ ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിക്കും. ഖുർആനിലെ സൂറത്തുകൾ ഓതി കേൾപ്പിച്ചു തരും, ഇസ്ലാമിലേക്ക് എന്നെ ക്ഷണിക്കും. ഞാൻ നേരെ പോയിട്ട് അന്വേഷിക്കും അബൂജഹലിനോട്. പോണ്ടെന്ന് പറഞ്ഞു. വലീദ് ഇബ്നു മുഗീറയോട് ചോദിക്കും, അവരും മരുതെന്ന് തന്നെ വിലക്കും. അങ്ങനെ ഒരുപാട് ദിവസം കടന്നുപോയി. എൻ്റെ ഉള്ളിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദമ്യമായ മതിപ്പുണ്ട്. ആ കൈയൊന്ന് പിടിച്ച് ബൈഅത്ത് ചെയ്യണമെന്ന അദമ്യമായ മോഹമുണ്ട്. പക്ഷെ സാധ്യമാകുന്നില്ല. ആരെയും എനിക്ക് പിണക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ഈ ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവ് പോലെ എന്നെ വിളിച്ചു. അന്നും ഞാൻ അബൂജഹലിനെയും വലീദിനെയും തേടിച്ചെന്നു. അബൂജഹലിന്റെ മുന്നിലെത്തിയപ്പോ പതിവിന് വിപരീതമായിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു. വല്ലാഹി ഇന്ന ഇലാഹ മുഹമ്മദിൻ ലയഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ്. മുഹമ്മദിന്റെ നാഥൻ എന്തൊരത്ഭുതമാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഏതെല്ലാം ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുണ്ടോ, ഏതെല്ലാം ഉദാത്തമായ ജീവിത മാതൃകകളുണ്ടോ, അത് മുഴുവനും പ്രോത്സാഹിപ്പിക്കുന്നുവല്ലോ മുഹമ്മദിന്റെ ഈ നാഥൻ. ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് ഈ കേൾക്കുന്നത്? ആരാണ് ഈ അഭിപ്രായം പറയുന്നത്? സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. അബൂജഹൽ എന്ന ശത്രുവിന്റെ നാവിൽ നിന്ന്, അബൂജഹൽ എന്ന ബദ്ധവൈരിയുടെ നാവിൽ നിന്ന് ഇതുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്ക് കേൾക്കാൻ കഴിയുമെന്ന് എനിക്ക് പകുതി സമാധാനമായി. ഞാൻ നേരെ വലീദ് ഇബ്നു മുഗീറയുടെ അരികിൽ ചെന്നു. ഈ ആയത്തങ്ങോട്ട് ഓതിക്കൊടുത്തു. അത് ഓതിക്കേട്ടപ്പോൾ ഐസ്ക്രീം കിട്ടിയ കുഞ്ഞിനെ പോലെ വല്ലാത്തൊരു ആവേശത്തോടുകൂടെ വലീദ് പറയുന്ന ഒരു വാക്ക് ചരിത്ര പ്രസിദ്ധമാണ്. വല്ലാഹി ഇന്ന ലഹു ലഹലാവാ വ ഇന്ന അലൈഹി ലതലാവാ. എത്ര മധുരമുള്ള ആയത്താണിത്! എത്ര മധുരമുള്ള ആയത്താണിത്! എത്ര ഉദാത്തമായ ആശയമാകുന്നു ഇത്! വല്ലാഹി ഇന്ന അഅലാഹു ലമുസ്മിർ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദഖ്. നിരന്തരമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, സമൃദ്ധമായി മഴ കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണിൽ മുളച്ചു വന്ന, ചില്ലകളിൽ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു വൃക്ഷം പോലെ ഓരോ അക്ഷരത്തിലും ആശയങ്ങളുടെ വലിയ വലിയ സമുദ്രങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുവല്ലോ ഈ സൂക്തം. എന്നിട്ട് അവസാനം ഒരു വാക്കുകൂടെ പറഞ്ഞു. മാ ഹാദാ ബിഖൗലിൽ ബശർ, മാ ഹാദാ ബിഖൗലിൽ ബശർ. ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് ഇലാഹിയായ വചനമാണ്, ഇത് ദിവ്യമായ സൂക്തമാണ്. ഞാൻ 100% ഉറപ്പിച്ചു. അബൂജഹലിനെ പോലും ഞെട്ടിച്ചു കളയാൻ, വലീദ് ഇബ്നു മുഗീറയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ അള്ളാഹുവിന്റെ കലാമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ വെളിച്ചത്തിനു നേരെ മുഖം തിരിക്കുന്നത്? അന്ന് നേരെ ചെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ. അന്ന് ചൊല്ലിയതാണ് ഷഹാദത്ത്. ആ ഉസ്മാൻ ഇബ്നു മൽഊനാണ് റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖീഇൽ ആദ്യമായി ഖബറടക്കപ്പെട്ട മഹാൻ. നമ്മൾ ഇന്ന് ജന്നത്തുൽ ബഖീഇൽ പോകുമ്പോൾ നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സൈനബ ബീവി അടക്കമുള്ള 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കൾ, ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാർ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും ഇമാം നാഫിഉം, അത് കഴിഞ്ഞാൽ തൊട്ടുടനെ കാണുന്ന ഖബർ ജന്നത്തുൽ ബഖീഇലെ ആദ്യത്തെ ഈ ഖബറാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. അള്ളാഹു അവിടെ പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്ത് ഒരാളെ മാത്രമല്ല, എത്രയെത്രയോ കുടുംബങ്ങളെ,
ഒരു വേള ഒരു രാജ്യത്തെ മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ ഭാഗ്യമുണ്ടായ ഒരു ആയത്താണിത്. അക്സമു ബിനു സ്വൈഫി എന്നു പേരുള്ള ഒരു നായകൻ, ഒരു രാജാവ്, അറേബ്യയിലെ വലിയ ഒരു പ്രൊവിൻസിന്റെ അധികാരിയായിരുന്നു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കേട്ടു. അപ്പൊ ദൂതനെ പറഞ്ഞയച്ചു മക്കയിലേക്ക്. ആ ദൂതില് 2 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൻ അന്ത വമാ അന്ത, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്. ഹു ഈസ് യുവർ ഫാദർ, വാട്ട് ഈസ് യുവർ ഫാദർ. രണ്ട് ചോദ്യമാണ്. ഹു ഈസ് യുവർ ഫാദർ എന്ന് പറയുമ്പോൾ ഫാദറിൻ്റെ പേരും മേൽവിലാസവും പറഞ്ഞാൽ മതി. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് പറയുമ്പോൾ ഫാദറിൻ്റെ ജോലി പറയണം, അദ്ദേഹത്തിൻ്റെ നിയോഗം പറയണം. ഈ 2 ചോദ്യങ്ങളാണ് അക്സമു ബിനു സ്വൈഫി ദൂതൻ കൈവശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. മൻ അന്ത, അവിടെ നിന്ന് പറഞ്ഞു അമ്മാ മൻ അന, ഞാൻ ആരാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഫഅന മുഹമ്മദു ബിനു അബ്ദില്ലാഹ്, മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഖുറൈശ് കുടുംബത്തിലെ അബ്ദുല്ല എന്നവരുടെ മകൻ മുഹമ്മദാകുന്നു ഞാൻ. പേരും മേൽവിലാസവും വെളിപ്പെടുത്തി. വഅമ്മാ മാ അന, എന്റെ നിയോഗം എന്താണ്, എന്റെ ജോലി എന്താണെന്ന് ചോദിക്കുന്നുവെങ്കിൽ ഫഅന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ തിരുദൂതരാണ്. ഞാൻ എന്താണ് ഈ ലോകത്തോട് പറയുന്നതെന്ന് നിങ്ങൾക്കറിയണോ എന്ന് ചോദിച്ചുകൊണ്ട് സൂറത്തുൻ നഹ്ലിലെ ഈ സൂക്തം അങ്ങോട്ട് ഓതിക്കൊടുത്തു. 2 മറുപടികളും ഈ ആയത്തുമായി ദൂതന്മാർ രാജാവിൻ്റെ അരികിലേക്ക് മടങ്ങിച്ചെന്നു. ആയത്താണ് രാജാവിന് ഏറെ ഇഷ്ടപ്പെട്ടത്. രാജാവ് പറഞ്ഞു, ഇത്രയും സുന്ദരമായ ഒരാശയം ലോകത്തിന് മുന്നിൽ വെളിച്ചപ്പെടുത്താൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി സംശയിച്ച് നിൽക്കുന്തോറും നമ്മുടെ ഭാവി ഇരുളടഞ്ഞു പോകും. അതുകൊണ്ട് ഏറ്റവും നല്ലത് നാട്ടുകാർ മുഴുവനും ലോകം മുഴുവനും ആ പ്രവാചകന്റെ കൂടെ കൂടുമ്പോ ആ മഹാസമുദ്രത്തിലെ കണ്ണിയായി 10,000-ങ്ങൾക്കു പിന്നിൽ നമ്മൾ അണിനിരക്കുന്നതിനേക്കാൾ ഇത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ആദ്യകാലമല്ലേ, ഇപ്പോഴേ നമുക്ക് അദ്ദേഹത്തിന്റെ അനുയായികളാവാം, ഇപ്പോഴേ നമുക്ക് അദ്ദേഹത്തെ അനുസരിക്കാം, ഇപ്പോഴേ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ വന്നാൽ ഇപ്പോഴുള്ള അധികാരങ്ങളെല്ലാം ഇനിയും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിച്ചു. ഇത് ലോകം കീഴടക്കാൻ സാധിക്കുന്ന സൂക്തമാണ്. ലോകത്ത് മുഴുവനും വെളിച്ചം പരത്താൻ കെൽപ്പുള്ള ദിവ്യമായ വചനങ്ങളാണ്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കണ്ണും പൊത്തി ഇരുട്ടാക്കി ഇരുന്നിട്ട് കാര്യമില്ല. ഇത് ലോകം മുഴുവനും അംഗീകരിക്കും, പ്രപഞ്ചമാകെ ഇത് പകരും. എല്ലാവരും കൂടിയതിൻ്റെ ശേഷം നമ്മൾ അതിൽ പോയി കൂടിയാൽ, ലാസ്റ്റ് മെമ്പേഴ്സായിട്ട് ചേർന്നാൽ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കൂനൂ ഫീ ഹാദൽ അംരി റൂസ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പോകുന്ന കാര്യത്തിൽ നിങ്ങൾ തലവന്മാരാവുക. വലാ തകൂനൂ ഫീഹി അദ്നാബാ, മറ്റുള്ളവരുടെ വാലായിട്ടല്ല, മറ്റെല്ലാവരെക്കാളും മുമ്പിൽ തലവന്മാരായിട്ട് നമുക്ക് പോകാം. രാജ്യം മുഴുവനും ഇസ്ലാമിലേക്ക് വരാൻ കാരണമായത് ഈ സൂക്തമാണ്. മൂന്നാമത് പറയുകയാണെങ്കിൽ, ഈ ആയത്ത് ഞാൻ ഓതിയപ്പോഴേ നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാകും, ഇത് ഇന്നും നമ്മൾ ഖുതുബയിൽ കേട്ട ഒരു ആയത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും 2ാമത്തെ ഖുതുബ തീരുമ്പോ ഇഖാമത്തിന്റെ തൊട്ട് മുമ്പ് നമ്മൾ കേൾക്കുന്നൊരായത്താണ്. ഒന്നുറക്ക ഓതാം നമുക്ക്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി
യഇളുകും ലഅല്ലകും തദക്കറൂൻ. എന്താണ് ഈ ആയത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത? എന്തുകൊണ്ടാണ് എല്ലാ ഖുതുബകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരായത്തായി ഈ ആയത്ത് മാറാനുള്ള കാരണം? അതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകളിൽ ഈ ആയത്ത് പതിവായി ഓതാറുണ്ടായിരുന്നില്ല. ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലത്തും അങ്ങനെ ഒരു ചര്യയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവാണ് ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കിക്കൊണ്ട് ഈ ആയത്ത് ഖുതുബയുടെ നിർബന്ധ ഭാഗമാക്കിയത്. അത് ലോകം അംഗീകരിച്ചു. അതിനൊരു പശ്ചാത്തലമുണ്ട്. മഹാന്മാര് പറയുകയാണ്, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ഓതുമ്പോ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും സ്വർഗം ഞങ്ങളുടെ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വയലിന് പോയപ്പോൾ ഒരു പഴയ സ്കൂളിൻ്റെ വരാന്തയിലാണ് വേദി ഒരുക്കിയത്. അപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഇത് മഹാനായ തഴവ ഉസ്താദ് 30 വർഷം വഴല് പറഞ്ഞിട്ടുള്ള വേദിയാണ്. അൽ മവാഹിബുൽ ജലിയായുടെ മുഴുവൻ പദ്യങ്ങളും അദ്ദേഹം ഓരോന്നോരോന്നായി ഓരോ വർഷം ഇവിടെ വന്ന് പാടി ഞങ്ങളുടെ ഈ നാടിൻ്റെ നന്മയിൽ വലിയ പങ്കുവഹിച്ച വേദിയാണിത്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് ഞാൻ ഈ പാടിയ പാട്ടൊക്കെ പാടിയിട്ട് അതിങ്ങനെ പാടുമ്പോൾ സ്വർഗം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിളിയുന്നത് പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ഓതുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വഹാബത്ത് പറയുകയാ, ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ കൈനീട്ടിയാലോ എന്ന് ചിന്തിക്കും. അത്രമാത്രം ലൈവായിട്ട് ആ വാക്കുകളിലൂടെ സ്വർഗത്തിന്റെ സുഖാസ്വാദനങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. ചില ഖുതുബകളിൽ അവിടുന്ന് നരകത്തെ കുറിച്ചാണ് പറയുക. നരകത്തിന്റെ കാളിമ പറയുമ്പോ, അതിന്റെ ഭീകരമായ അവസ്ഥ പറയുമ്പോ, അതിലുള്ള ഇരുട്ടും ദുർഗന്ധവും വിശദീകരിക്കുമ്പോ അറിയാതെ ഞങ്ങൾ പിന്നിലേക്കൊന്ന് മാറിയിരിക്കും. അല്ലാഹുവേ, ആ നരകത്തിന്റെ ചൂട് ഞങ്ങളെ കരിച്ചു കളയുമോ? വാക്കുകളിലൂടെയുള്ള ചിത്രങ്ങളാണ് നൽകുന്നത്, പക്ഷെ അത് ശരിക്കും അനുഭവിക്കുന്നത് പോലെയുള്ള, നമ്മളിപ്പോൾ 3D 4D എന്നൊക്കെ പറയല്ലോ, അതിനേക്കാളൊക്കെ വലിയ അനുഭവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുതുബ കേൾക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ആ ഖുതുബ അങ്ങോട്ട് കേട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അല്ലാഹുവേ എന്ന ഒരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയില്ല. ഇലാഹിനെ കുറിച്ചുള്ള ഫിക്റല്ലാതെ മറ്റൊരു ചിന്ത മനസ്സിനെ മതിക്കുകയില്ല. അങ്ങനെയായി അതേ ശൈലി അനുധാവനം ചെയ്തുകൊണ്ടാണ് മഹാന്മാരായ ഖുലഫാ ഉർ റാഷിദൂൻ അവരും കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിൽ പിന്നെ വിഷമത്താൽ കവിളിണകൾ ഇങ്ങനെ ഒട്ടിപ്പോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഒന്ന് കയറി നിന്നാൽ സിദ്ദീഖ് തങ്ങളുടെ ആ ഒട്ടിയ മുഖം കണ്ടാൽ ഭക്തി ഹൃദയത്തിലേക്ക് അറിയാതെ കയറി വരും. ഒരു വാക്കുപോലും അദ്ദേഹം പറയേണ്ടതില്ല. ആ മുഖം കണ്ടാൽ അറിയാം അത് അള്ളാഹുവിന് വേണ്ടി വാടിയതാണ്. അത് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരഹത്തിന്റെ വേദനയാൽ വാടിപ്പോയ വദനാംബുജമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നരകത്തെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു. ഒരു കാലത്ത് വില്ലാളി വീരനായി, പിന്നെ യുദ്ധക്കളങ്ങളിലെ പുലിക്കുട്ടിയായി നിറഞ്ഞാടിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ചില ആളുകൾ പറയും ഞങ്ങൾക്ക് ഖുർആൻ മതി. എന്ത് വേണ്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട, അല്ലെങ്കിൽ സുന്നത്ത് വേണ്ട.
അത് ഞാനൊരു നാടൻ ഉദാഹരണം പറഞ്ഞാൽ ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ, ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇയാൾ ഭാര്യ വീട്ടിലേക്ക് ഈ പെണ്ണിനെയും കൂട്ടിപ്പോയി ഭാര്യ പിതാവിനോട് പോയിട്ട് പറഞ്ഞു, പെണ്ണിനെ എനിക്ക് വേണ്ട, നിങ്ങളെടുത്തോ. അപ്പൊ പെണ്ണിനെ തരുന്ന കൂട്ടത്തിൽ ഞാൻ കുറെ വസ്തുവും കാറും സ്വർണ്ണമൊക്കെ തന്നിരുന്നില്ല, അതെവിടെ? അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ്, അത് തരാൻ പറ്റില്ല. പെണ്ണിനെ എനിക്ക് വേണ്ട, പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാം. പെണ്ണിന്റെ കൂടെ നിങ്ങൾ എനിക്ക് തന്ന സ്വർണവും വസ്തുവും കാറൊക്കെ എനിക്ക് വിലപ്പെട്ടതായത് കൊണ്ട് ഞാൻ തന്നെ സൂക്ഷിച്ചു കൊള്ളാം എന്ന് കല്യാണം കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യ പിതാവിനോട് പോയി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വല്ലതും ബാക്കി ഉണ്ടാവും? വല്ലതും ബാക്കി കിട്ടിയാൽ മെച്ചം. ഇതേ വാക്കാണ് ഞങ്ങൾക്ക് ഖുർആൻ മതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വേണ്ട, അല്ലെങ്കിൽ സുന്നത്ത് വേണ്ട, ഖുർആനിലുള്ളതേ ഞങ്ങൾ സ്വീകരിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കില്ല എന്ന് പറയുന്ന വിദണ്ഡമായ വാദം കേൾക്കുമ്പോൾ അതൊരു വലിയ വാദം പോലെ തോന്നിയേക്കാം. പക്ഷേ അത് അർത്ഥശൂന്യമായ ഒരു വാക്കാ. അവരോട് ചോദിക്കണം, എന്താ നിങ്ങൾ ഖുർആനിലെ വിലവെക്കാനുള്ള കാരണം? ഖുർആൻ വേണമെന്ന് പറഞ്ഞല്ലോ. ഖുർആൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയാനുള്ള കാരണം എന്താ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമ. അള്ളാന്റെ കലാമ ആരാ പറഞ്ഞു? അള്ളാന്റെ കലാമാണെന്ന് ആരാണ് നിനക്ക് പറഞ്ഞു തന്നത്? നിന്റെ കൽബിലേക്കാണോ ഖുർആനിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഡയറക്റ്റായി ഇറക്കി തന്നത്? അല്ലല്ലോ. നമ്മൾ എങ്ങനെ പറയും റസൂലുള്ള വേണ്ട, കലാമുള്ള മതി? ഈ കാണുന്ന ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് ആരാ നമ്മെ പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമില്ലാത്ത ഒരാൾ എങ്ങനെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വിദണ്ഡവാദങ്ങളിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിനെ പോലെ, അള്ളാഹുവിന്റെ കലാമിനെ പോലെ നമ്മൾ സ്വീകരിക്കേണ്ടവരാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ശഫാഅത്തിനെ കുറിച്ച് വിശദമായ ഒരു ക്ലാസ് നടത്തി. നേരത്തെ ഇവിടെ സദഖത്തുള്ള ഡോക്ടർ ഉറുമ്പുകളെക്കുറിച്ചും ഈച്ചകളെക്കുറിച്ചും അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ സദസ്സിലുണ്ടായി കാണും. ഒരു പക്ഷേ ഇത് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ടൊന്ന് വെച്ചാലോ എന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ചു അല്ലേ? ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ക്ലാസ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അമാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ അമാനത്തും സത്യത്തിൽ അങ്ങനെയാണ്. രണ്ടുപേരും നമ്മുടെ ജമാഅത്തിന് മുതൽക്കൂട്ടാണ്. അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഫാഅത്തിനെ കുറിച്ച് അഗാധമായിട്ടൊരു ക്ലാസ് എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് ചെയ്യുന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളാണ് ആ ക്ലാസിന്റെ പരാമർശ വിഷയം. അപ്പോ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് ഖുർആനിൽ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും വൈവിധ്യമാർന്ന തരങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് ചെയ്യുമെന്ന് ഖുർആനിൽ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കത് കിട്ടിയത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്? ഇമ്രാൻ റളിയല്ലാഹു തആല അൻഹു തിരിച്ചു ചോദിച്ചു, എനിക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കണമെന്നുണ്ട്. അയാൾ പറഞ്ഞു, ചോദിച്ചോ, കുഴപ്പമില്ല. ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ എനിക്ക് കിട്ടണം. നിങ്ങൾ സുബഹി 2 റക്അത്ത് മാത്രമേ നിസ്കരിക്കുന്നുള്ളൂ. ളുഹുറും അസറും ഇശാവും ഒക്കെ എത്ര ക്ഷീണമുണ്ടെങ്കിലും 4 റക്അത്ത് നിസ്കരിക്കുന്നു. മഗ്രിബിന് ഇഷ്ടം പോലെ ആള് വരുന്നതാ, പക്ഷെ എന്നിട്ട് 3 റക്അത്തായാൽ നിസ്കാരം നിർത്തുന്നു. ഇതൊക്കെ ഖുർആനിലുള്ളതാ. സുബഹി 2 റക്അത്ത് നിസ്കരിക്കണം. ഖുർആനിൽ ഏതായത്തിലുള്ളത്? ഖുർആനിൽ 6000-ത്തിലധികം സൂക്തങ്ങളിൽ ഒരു സൂക്തത്തിൽ പോലും സുബഹി 2 റക്അത്താണെന്ന് പറഞ്ഞിട്ടില്ല. ളുഹുറും അസറും 4 വേണമെന്ന് പറഞ്ഞിട്ടില്ല. മഗ്രിബ് 3 ആക്കണം, ഇശാ 4 വേണമെന്ന് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ?
ഓക്കെ. സക്കാത്തിനെ കുറിച്ച് ഖുർആനിൽ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഏകദേശം സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സക്കാത്ത് കൊടുക്കേണ്ട കണക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാ. തവാഫ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ കഅബന്റെ ചുറ്റും ഒരു പ്രാവശ്യം നടന്നാൽ മതിയോ, 2 പ്രാവശ്യം നടന്നാൽ തവാഫാകുമോ, അതോ 7 പ്രാവശ്യം പരിപൂർണമായിട്ട് കഅബാലയത്തെ ചുറ്റണോ? ഇതാരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. ഖുർആനിൽ തവാഫ് ചെയ്യണം എന്നേ പറഞ്ഞുള്ളൂ. അത് 7 പ്രാവശ്യം നിയ്യത്തോടുകൂടെ ചെയ്യണം, ശുദ്ധിയോടുകൂടെ ചെയ്യണം, ഔറത്ത് മറച്ചുകൊണ്ട് ചെയ്യണം, കഅബ ഇടതുഭാഗത്താക്കി ചെയ്യണം, കഅബയുടെ പുറത്ത് ചെയ്യണം, മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഖുർആനിൽ ജസ്റ്റ് ഫല്യതവഫു ബിൽ ബൈത്തിൽ അതീഖ്, തവാഫ് വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, മഖാമി ഇബ്രാഹീമിന്റെ അവിടെ ഒരു നിസ്കാരം വേണം എന്ന് പറഞ്ഞു. അത് സുന്നത്ത് നിസ്കാരാണോ, ഫർള് നിസ്കാരാണോ, ളുഹയാണോ, ളുഹുറാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ് എന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ബാഹ്യമായ വാചകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ ഖുർആനിന്റെ വിശദീകരണം പോലെ ലോകത്ത് ജീവിച്ച വിശുദ്ധമായ ഒരു മനുഷ്യനുണ്ട്. ആ ഹബീബിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ മാത്രം മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കുക? അല്ലാഹു അഅലം. സകാത്ത് കൊടുക്കണം, എത്ര കൊടുക്കുക? അല്ലാഹു അഅലം. തവാഫ് ചെയ്യണം, എങ്ങനെ തവാഫ് ചെയ്യുക? അല്ലാഹു അഅലം. എല്ലാത്തിനും അല്ലാഹു അഅലം മാത്രമേ ഉണ്ടാവുള്ളൂ. നിസ്കാരവും നടക്കൂല, സകാത്തും നടക്കൂല, തവാഫും നടക്കൂല, ഹജ്ജും നടക്കൂല. അപ്പൊ അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ സ്വീകരിക്കുന്ന അതേ ആദരവോടെ അതേ ഗൗരവത്തോടെ അള്ളാഹുവിന്റെ റസൂലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമ്മൾ നെഞ്ചിലേക്ക് ചേർക്കണം, അല്ലാതെ രക്ഷയില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇത് ബുഖാരി ഷരീഫിലുള്ള ഹദീസാണ്. അവിടുന്ന് മദീന പള്ളിയിൽ ജനങ്ങളോട് സംസാരിച്ചു. ആ സംസാരത്തിൽ പറഞ്ഞു, ലഅനല്ലാഹുൽ വാഷിമാതി വൽ മുതവശ്ശിമാത്. ഇത് പുതിയ തലമുറ കേൾക്കേണ്ട ഒരു ഹദീസാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടാറ്റൂ ചെയ്യുന്ന ആളുകളുണ്ട്. ടാറ്റൂ വലിയൊരു പ്രൊഫഷനായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ പോലും ഇന്ന് ഏറ്റെടുക്കുന്നുണ്ട്, ആണും പെണ്ണൊക്കെ. ഇസ്ലാം ഒരു യഥാർത്ഥ മുസ്ലിമിന് ആ പണി ഒരിക്കലും ചേർന്നല്ല. ഈ ഹദീസ് ലഅനല്ലാഹുൽ വാഷിമാത് വൽ മുതവശ്ശിമാത്, ടാറ്റൂ ചെയ്യുന്ന ആളുകൾ, അത് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ആളുകൾ, 2 കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. അപ്പൊ കേൾക്കുമ്പോ ഇത് ചെയ്യുന്ന ആളുകൾക്കൊരു അനിഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽപ്പെട്ട ഉമ്മു യാക്കൂബ് എന്ന് പേരുള്ള ഒരു പെണ്ണ്, ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഉമ്മു യാക്കൂബ് എന്നവർ എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളാരും കാണാത്ത കിതാബൊന്നുമല്ല പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഡെയിലി ഖുർആൻ ഓതുന്ന ആളാണ്. ലഖദ് ഖറഅതു മാ ബൈനൽ ലൗഹൈൻ, നിങ്ങൾ ഓതുന്ന ആ 2 ചട്ടകൾക്കിടയിലുള്ള കിതാബ് ഈ ഇരിക്കുന്ന ഞാനും എല്ലാ ദിവസവും ഓതുന്ന ആളാണ്. ഞാൻ ഇത്രയും കാലം ഖുർആൻ ഓതിയിട്ട് ടാറ്റൂ ചെയ്യരുത് എന്ന് ഞാൻ ഖുർആനിൽ കണ്ടിട്ടില്ല. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ പച്ച കുത്തുന്നതിനെ അള്ളാഹു ശപിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഖുർആനിലെ സൂറത്തുൽ ഹശർ ഒന്നുകൂടി എടുത്തു നോക്കൂ. അതിൽ കാണാം
വമാ ആതാകുമുർ റസൂലു ഫഖുദൂ. ഈ ഖുർആനിൽ ബാഹ്യമായി പറഞ്ഞത് മാത്രമല്ല ദീന്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആനിന്റെ വിശദീകരണമായി ഇതിലൊളിഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ പരസ്യമായി ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഉൾപ്പെടുമ്പോഴാണ് ദീന് പൂർണ്ണമാവുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ലഅനല്ലാഹുൽ വാഷിമാ വൽ മുതവശ്ശിമാ. ടാറ്റു ചെയ്യുന്നതും ചെയ്തു കൊടുക്കുന്നതും അള്ളാഹുവിന്റെ ശാപത്തിനിരയാവുന്ന കുറ്റകൃത്യമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്രിയമായ കാര്യങ്ങൾ പറയുമ്പോൾ അപ്രിയമുണ്ടാവും. അതുകൊണ്ടാണല്ലോ അപ്രിയ കാര്യം എന്ന് പറയണത്. പക്ഷേ നമ്മുടെ പ്രിയമോ നമ്മുടെ അപ്രിയമോ അല്ല. അള്ളാഹുവിൻ്റെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രിയത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നീതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാം, കാലം പഴയതുപോലെയല്ല. മുമ്പൊക്കെയാണെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ മക്കളെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. നാട്ടിൽ കാരണവന്മാരുണ്ടാവും, മുതിർന്നവരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും, സമൂഹത്തിൻ്റെ കണ്ണുകളുണ്ടാവും. ഒന്നുമില്ല. കോടതികൾ ഇടപെട്ട് നിയമങ്ങൾ ഉണ്ടാക്കി, പാർലമെന്റുകൾ ഇടപെട്ട് നിയമങ്ങൾ ഉണ്ടാക്കി നന്മയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊക്കെ തച്ച് തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം തിന്മയുടെ സാധ്യതകൾ ഓരോ നിമിഷവും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ തരം തിന്മകളും നാനോ സെക്കൻഡുകൾ കൊണ്ട് നമുക്കതിൽ ചെന്ന് ചാടാവുന്ന തരത്തിൽ ലോകം ക്രമീകരിക്കപ്പെട്ട ഒരു കാലമാണ്. പിടിച്ചുകെട്ടാൻ ആളില്ല. സ്വന്തം മനസ്സിലുള്ള ധാർമ്മികാവബോധമല്ലാതെ തിന്മകളിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്താൻ മറ്റാരുമില്ലാത്തൊരു കാലമാണ് വന്നു ചേർന്നിട്ടുള്ളത്. നമ്മൾ വിചാരിക്കണം ഈ തെറ്റ് ചെയ്യേണ്ട, എങ്കിലേ രക്ഷയുള്ളൂ. അപ്പം നമ്മുടെ മക്കൾ, നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറ രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു ബോധം അവരുടെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം. അതിനാണ് ഈ സദസ്സ്. ഞാനിത് പറയാൻ കാരണം, ഇവിടെ കാണുന്നതൊക്കെ അത്യാവശ്യം ദീനി ബോധമുള്ള ആളുകളാണ്. യഥാർത്ഥത്തിൽ വാഴ്ന്നു കേൾക്കേണ്ടത് നിങ്ങളല്ല. ദീനിയായ യഥാർത്ഥ ബോധത്തിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെ കൊണ്ടുവരണം നമ്മൾ. നാളെ മറ്റന്നാളൊക്കെ പ്രസംഗിക്കാനുള്ള ഉസ്താദുമാർ വളരെ പ്രഗത്ഭരാണ്. മുനീർ ഹുദവി ഉസ്താദ്, അതുപോലെ നവാസ് മന്നാനി ഉസ്താദ് വളരെ പ്രഗത്ഭരായ പ്രഭാഷകരാണ്. അപ്പം അവരൊക്കെ വരുമ്പോൾ പുതിയ തലമുറ അവരുടെ സംസാരങ്ങൾ കേൾക്കണം, ധാർമ്മികതയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണം. കാലം മാറി, കഥ മാറി, ലോകം മാറി എന്ന് പറഞ്ഞ് നമുക്ക് നിരാശപ്പെടാൻ പറ്റൂല. ആയുർവേദത്തിൽ പറയും, യാവത് ഖണ്ഡ ഗധാപ്രാണ താവത് കാര്യം ഭിഷഗ്ജിതം. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പറന്നു പോകുന്നത് വരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ല ഡോക്ടറുടെ അടയാളം. അത് ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വരിയാണ്. യാവത് കണ്ട ഗധാപ്രാണ, കണ്ടത്തിൽ നിന്ന് പ്രാണൻ ഗതമാകുന്നത് വരെ, തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോണത് വരെ, താവത് കാര്യം ഭിഷഗ്ജിതം. ഒരു ഭിഷഗ്വരൻ്റെ, ഒരു ഡോക്ടറുടെ വിജയം എന്ന് പറഞ്ഞാൽ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോണത് വരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പണിയതാണ്. മാതാപിതാക്കളാകുന്ന, രക്ഷിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതാണ്. കാലം മാറി, ലോകം മാറി എന്ന് പരിതപിച്ചിരിക്കലല്ല. ഏറ്റവും അവസാനത്തെ നിമിഷം വരെയും പുതിയ തലമുറയുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ നാമ്പുകൾ, നന്മയുടെ വിത്തുകൾ നിക്ഷേപിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്.
നമ്മളിങ്ങനെ പാട്ടൊക്കെ ആസ്വദിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കട്ടെ എന്ന് ഇസ്മായിൽ നബിയോട് ചോദിച്ചപ്പോ ഇസ്മായിൽ നബി വളരെ കൂളായിട്ട് ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ. നമ്മൾ പാട്ടിന്റെ താളത്തിലാണ് ആസ്വദിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു കുഞ്ഞിന് പറയാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. മകനെ, നിന്നെ ഞാൻ അള്ളാഹുവിന് വേണ്ടി അറുത്തു കളയട്ടെ എന്ന് പിതാവ് ചോദിക്കുമ്പോൾ ഒരാശങ്കയുമില്ലാതെ ഉടനെ കഴുത്തൻ്റെ ദറുക്കൂ ബാപ്പാ, ശങ്കിച്ചു നിൽക്കല്ലേ, അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ കഴുത്തിൽ കത്തിവൈ എന്ന് പറയുന്ന മകൻ. അതിന് മകൻ തന്നെ കാരണം പറയുന്നുണ്ട്. ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ല ബാപ്പാ, പിന്നെ എന്തിനാ പേടിക്കണത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആകെ അന്ന് ആശങ്കപ്പെട്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യത്തിലാ. ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ എന്നെ അറുക്കുമ്പോ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ പണി പാളിയേക്കാം. ഒന്ന്, എന്നെ അറുക്കുമ്പോൾ എൻ്റെ ഉടുപ്പ് ഊരിയിട്ട് ദൂരേക്ക് മാറി വെക്കണം. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കഴുത്തിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന ചോരത്തുള്ളികൾ എങ്ങാനും ആ ഷർട്ടിലായി കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മ എങ്ങാനും ആ ഷർട്ട് കണ്ടാൽ, പെറ്റ വയറല്ലേ, പ്രസവിച്ച ഉമ്മയല്ലേ, ആ ഉമ്മയുടെ മനസ്സു വല്ലാതെ വേദനിച്ചു പോകും. അതുകൊണ്ട് എൻ്റെ ഷർട്ട് ഒരു ദൂരെ മാറ്റി വെക്കണം. എൻ്റെ ഷർട്ടിൽ ചോരക്കറകൾ പുലരാൻ പാടില്ല, ഒന്നാമത്തെ നിബന്ധന. മറ്റൊന്ന്, നിങ്ങൾ ഇപ്പൊ ഇത്ര ധൈര്യത്തോടുകൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എനിക്കറിയാം. പുറത്തേക്ക് നിങ്ങൾ പാറ പോലെ ഉറച്ചൊരു വ്യക്തിയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പട്ടുപോലെ മൃദുലമാണ്, ഉരുകുന്ന മനസ്സാണ് നിങ്ങളുടെ മനസ്സെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഉപ്പ, നിങ്ങൾ എന്നെ അറുക്കുമ്പോൾ കമിഴ്ത്തി കടത്തി പെരടിയിൽ കത്തിവെച്ചാൽ മതി എന്ന് പറഞ്ഞ് എത്ര തൻ്റെ ഇടത്തോടുകൂടെയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ ഒരു പ്രക്രിയയോട് കോപ്പറേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാ? ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ആ മകൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ഈമാനുണ്ട്. കാരണം ഈ കുട്ടി വളരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണ് മക്ക എന്ന് പറയുന്ന തണലും തണുപ്പുമില്ലാത്ത, ആരാരുമില്ലാത്ത, ഒരു ഇഴജന്തു പോലും ഇല്ലാത്ത മരുപ്പറമ്പിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാതാവിൻ്റെ കൂടെ ഇവരെ കൊണ്ടുവന്നാക്കി ഉപേക്ഷിച്ച് പോകുമ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദ, പടച്ചോൻ പറഞ്ഞിട്ടാണോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്? അതേന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ യാത്ര ചെയ്തോളൂ, ഇതല്ലായുന, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ചെയ്താൽ ഒരു നഷ്ടവും വരാനില്ല എന്ന് പറഞ്ഞ് ആരാരുമില്ലാത്ത മരുഭൂമിയിൽ സ്വന്തം കുഞ്ഞിൻ്റെ കൂടെ കിടക്കാൻ ധൈര്യം കാണിച്ച ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ ഈമാനാണത്. അതാണ് അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ എന്ന് പറയാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സാണ്. അതിനെന്ത് വേണം? ആദ്യം നമ്മൾ ഇബ്രാഹിം നബി ആകണം, നമ്മുടെ ഭാര്യ ഹാജറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും അരോചകമായ ശബ്ദം കേൾപ്പിച്ച് നിങ്ങളെ കൂടുതൽ അലോസരപ്പെടുത്തുന്നില്ല. സ്വരം നന്നാവുമ്പോഴേ പാട്ട് നിർത്തണം എന്നാണ് നിയമം. സ്വരം ഇൻഷാ അല്ലാഹ് നന്നാവും, നിങ്ങളൊക്കെ ദുആ ബർക്കത്തുകൊണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് കൊണ്ടാണ് സംസാരിച്ചത്. വൈകിപ്പോയെങ്കിൽ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നല്ല ഒന്നാന്തരം പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യണം സാർ. എന്തിയോട് സംസാരിച്ചു? ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. ഒരു സഹോദരി 1 ഗ്രാം സ്വർണം
പള്ളിയിലേക്ക് നൽകിക്കൊണ്ട് മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറുന്നതിനും ആരോഗ്യത്തിനു വേണ്ടിയും അവർക്ക് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് സഫലമാകുന്നതിന് വേണ്ടിയുമൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. റഹ്മാനായ രാജാതിരാജനായ കരുണക്കടലായ തമ്പുരാനെ, അല്ലാഹുവേ ഈ മഹത്തായ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇത്ര ആർജവത്തോടുകൂടെ ഇത്ര മനോഹരമായ രൂപത്തിൽ ഈ വേദിയൊരുക്കിയ ഈ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളെ, ഇതിനുവേണ്ടി എത്രയോ ദിനരാത്രങ്ങളായി ഓടിച്ചാടി നടന്ന് പരിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഉദാരമതികളെ, സർവോപരി സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിച്ച ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, അല്ലാഹുവേ പണ്ഡിതന്മാരടക്കമുള്ള ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിയിലേക്ക് സ്വർണം സംഭാവന ചെയ്തുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് കാര്യങ്ങൾ എഴുതി അറിയിച്ചു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അവരുടെ മനസ്സിൻ്റെ മുറാദുകൾ, ഖൈറായ നിയത്തുകൾ, ദുന്യവിയും മുഹ്റവിയുമായ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആ സ്വദഖ വലിയ ഒരു അമലായി നീ കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം 2 ലോകത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും, അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും സന്താന പരമ്പരകളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. 5 നേരം കൃത്യമായി നിസ്കാരമുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരാഗ്രഹിക്കുന്നത് പോലെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തിനുള്ള അവസരം ഈ സ്വദഖയുടെ ബർക്കത്ത് കൊണ്ട് നസീബാക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ജീവിതത്തിൻ്റെ ദുർബലമായ നിമിഷങ്ങളിൽ രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. എല്ലാം നീ വിട്ടുപൊറുത്തു മാപ്പാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ പേരിൽ ഞങ്ങളെ നീ അദാബിലാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, ഞങ്ങളെ സ്നേഹിച്ച, സഹായിച്ച, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ, പ്രിയപ്പെട്ട എസ് കൊച്ചുമോനിക്കടക്കമുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ധാരാളം സഹോദരങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഈ പള്ളിക്കാട്ടിൽ അന്തിവിശ്രമം ചെയ്യുന്ന ഈ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളും പ്രവർത്തകരും ഇവിടുത്തെ ദേശവാസികളുമായ ധാരാളം ആളുകൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒരുപാട് രോഗികളുണ്ട്, ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, സർവരോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്,
അവർക്കൊക്കെ പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകണേ റബ്ബേ. നാഫിയായ ഇൽമു കൊണ്ട് നീ അവരെ അലങ്കരിക്കണേ റബ്ബേ. അല്ലാഹുവേ, നല്ല ബുദ്ധിയും ഓർമ്മയും ഗ്രാഹ്യശക്തിയുമുള്ള അദബും ഈമാനും സ്വഭാവ ശുദ്ധിയുമുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനേ, ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിട്ടും അനുയോജ്യമായ തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ നാട്ടിലും മറുനാടുകളിലുമൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് നല്ല ഖൈറായ ജോലി നസീബാക്കണേ അല്ലാ. ഉള്ള ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഹലാലായ ത്വയ്യിബായ റിസ്ഖിന്റെ വിശാലമായ വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, വിവാഹപ്രായമാകുമ്പോൾ ഏറ്റവും ഖൈറായ അനുയോജ്യരായ ഇണകളെ നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, സ്വർഗീയമായ കുടുംബ ജീവിതം നൽകണേ തമ്പുരാനെ. കലഹങ്ങളിൽ കലാപങ്ങളിൽ എത്രയോ വർഷങ്ങൾ ദാമ്പത്യത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തുന്ന, അതിൻ്റെ പേരിൽ എത്രയോ വലിയ വലിയ ഉദ്യോഗങ്ങളും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു പോയ, വർഷങ്ങളോളം അതിൻ്റെ പേരിൽ കണ്ണുനീര് കുടിച്ചു കഴിയുന്ന ഒരുപാട് ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട് ഈ സമുദായത്തിൽ. അല്ലാഹുവേ, അങ്ങനെയുള്ള ദുരന്തങ്ങൾ കരുതി വരുത്തണേ തമ്പുരാനെ. സ്വർഗീയമായ കുടുംബ ജീവിതം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ 5 നേരം കൃത്യമായി നിസ്കരിക്കാൻ, റമളാനിനെ വേണ്ടതുപോലെ ആദരിക്കാൻ, കൃത്യമായി സകാത്തുകൾ കൊടുത്തു വീട്ടാൻ, അല്ലാഹുവേ, ഒരിക്കലെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറകൾ സംതൃപ്തിയോടെ, ആരോഗ്യത്തോടെ, ഇഖ്ലാസോടെ, ആവേശത്തോടെ ചെയ്തു വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ കലിമ ആവർത്തിച്ചുറക്ക ചൊല്ലി വുളൂവിൻ്റെ വിശുദ്ധിയോടുകൂടെ അല്ലാഹുവേ നിന്നിലേക്ക് അണയാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലർക്കും ജീവിച്ചതിനേക്കാൾ എത്രയോ കുറവാണ് ഇനി ഈ ഭൂമിയിൽ ബാക്കിയുള്ളത്. അല്ലാഹുവേ, ദുനിയാവിനേക്കാൾ ഞങ്ങളുടെ ആഖിറം സലാമത്താക്കണേ അല്ലാ. ദുനിയാവിനേക്കാൾ ആഖിറം ഞങ്ങൾക്ക് വെളിച്ചമാക്കി തരണേ അല്ലാ. ഖബറിന്റെ നരകത്തിന്റെ അദാബുകൾ തൊട്ട് കാക്കണേ തമ്പുരാനെ. നിന്റെ ഹിസാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിലെത്താൻ, നിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് കഷ്ടപ്പെടുന്ന എത്രയെത്രയോ സഹോദരന്മാര് ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ, യുദ്ധക്കെടുതികളിലൂടെ കടന്നു പോകുന്ന പാലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ നിനക്കറിയാം. അവരുടെ അവസ്ഥകളും അതിൻ്റെ ഭീകരതയും നിനക്കറിയാം. അല്ലാഹുവേ, വയനാടിലും മറ്റുമൊക്കെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ ഉറ്റവരും ഉടയവരും സർവസ്വവും നഷ്ടപ്പെട്ടു പോയ, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ആയിരക്കണക്കിന് ആളുകൾ, അല്ലാഹുവേ, അവരുടെ മനസ്സിൻ്റെ ചിത്രങ്ങൾ നിനക്കറിയാം. അവർക്കൊക്കെ നീ ആശ്വാസം പ്രദാനം ചെയ്യണേ അല്ലാ. സാധാരണ ജീവിതത്തിലേക്ക് അവരെ വേഗം തന്നെ തിരിച്ചെത്തിക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, യുദ്ധക്കെടുതികളിൽ നിന്ന്, ആഭ്യന്തരമായ സംഘർഷങ്ങളിൽ നിന്ന്, ആകാശത്തിൽ നിന്നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതും അല്ലാഹുവേ, മനുഷ്യരായ ഞങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുന്നതുമായ സർവമാന ഷർറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാ. ആയിനീങ്ങളുടെ ഐനിൽ നിന്ന് കാക്കണേ അല്ലാ. സർവമാന ഷർറുകളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവലേകണേ അല്ലാ. അല്ലാഹുവേ, ഈ
ഈ തിരുനക്കര പുത്തമ്പള്ളി എന്ന വിശുദ്ധമായ മസ്ജിദ്, അല്ലാഹുവേ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വലിയ അനുഭവങ്ങളുള്ള പള്ളി, അല്ലാഹുവേ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെപ്പോലെ വലിയ വലിയ മഹാന്മാരുടെ പാദസ്പർശനമേറ്റ പള്ളി, അല്ലാഹുവേ ഈ പള്ളിയെ കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെ പരിപാലിച്ചുവോ, ആരൊക്കെ ശാരീരികമായി, സാമ്പത്തികമായി, വൈജ്ഞാനികമായി, ആത്മീയമായി ഇവിടെ സഹായിച്ചുവോ, സഹകരിച്ചുവോ, പ്രവർത്തിച്ചുവോ, സേവനങ്ങൾ സമർപ്പിച്ചു കടന്നുപോയിട്ടുണ്ടോ, അവർക്കൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. നിലവിലാ കാര്യങ്ങൾ ആരൊക്കെ ഭംഗിയായി നിർവഹിക്കുന്നുവോ, അല്ലാഹുവേ അവർക്ക് പരിപൂർണ ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടെ നിങ്ങൾ ചെയ്തു തരുന്ന ഒരുപാട് നല്ല മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് സഹോദരന്മാരിവിടെയുണ്ട്. അവർക്കൊക്കെ നീ രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സലാമത്തും ആഫിയത്തും നൽകണേ അല്ലാ. ദായിമായ നിഅമത്തിന്റെ, റഹ്മത്തിന്റെ, ബറക്കത്തിന്റെ കവാടങ്ങൾ അവർക്ക് നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് നിന്റെ ദീനിനെ സ്നേഹിച്ച നാടാണ്, വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റിയ നാടാണ്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച നാടാണ്. ഈ നാട് നീ ഖൈറിന്റെ നാടാക്കണേ അല്ലാ. ഇവിടെയുള്ള ഓരോ വീടും ബറക്കത്തിന്റെ വീടാക്കണേ അല്ലാ. വളർന്നു വരുന്ന തലമുറയിലെ ഞങ്ങളുടെ ആൺമക്കളും പെൺമക്കളും അല്ലാഹുവേ നിന്റെ ദീനിനോട്, പരിശുദ്ധ ഖുർആനിനോട്, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജീവനേക്കാൾ സ്നേഹമുള്ള അല്ലാഹുവേ ഈ രാജ്യത്തിനും സമുദായത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന നല്ല മക്കളാക്കണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലുകളിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ഖൈർ ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ പ്രതീക്ഷ, വളർന്നു വരുന്ന പുതിയ തലമുറയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവരാണ് ഈ ജമാഅത്തിന്റെ നെടുംതൂണുകൾ, അവരാണ് ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ. ഈ സമുദായത്തിന്റെ പ്രതീക്ഷ മുഴുവനും ഞങ്ങളുടെ വളർന്നു വരുന്ന തലമുറയിലാണ് തമ്പുരാനെ. അവരെ നീ ഖൈറിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.